ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഹരി ഓം. ശ്രീ ശങ്കരാചാര്യ വിരചിതം സൗന്ദര്യലഹരി സ്തോത്രം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശ്ലോകം കഴിഞ്ഞ ചൊവ്വാഴ്ച പഠിച്ചു. അതായത് ആ ശ്ലോകം ഞാൻ വൃത്തം പറഞ്ഞിരുന്നു, ശിഖരിണി വൃത്തമാണെന്ന്. അത് ചൊല്ലിയിട്ടവരിൽ പല ട്യൂണുകളിലും പല ഇതിലൊരു പ്രത്യേകതയേ ഉള്ളൂ. ശിഖരിണി വൃത്തത്തിൽ 6 അക്ഷരം കഴിയുമ്പം ചില ശ്ലോകങ്ങളിൽ ചില വരികളിൽ മാത്രം, ചില വരികളിലില്ല, ഒന്നിച്ച് ചൊല്ലേണ്ടതുകൊണ്ട്. ഉദാഹരണത്തിന് 3-ാമത്തെ ശ്ലോകത്തിൽ അവിദ്യാനാമന്തസ്തിമിരമിഹിരദ്വീപനഗരി ഒറ്റ ഇതാണ്. അങ്ങനെ ചിലതിൽ ഒന്നിച്ച് പറയേണ്ടതുണ്ട്. അല്ലാതെ 6 അക്ഷരം കഴിയുമ്പോൾ ചെറിയൊരു വിരാമം ഇട്ടിട്ട് അടുത്ത ഇത് ചൊല്ലുക, അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ചിലരിന്നലെ ചൊല്ലിയിട്ടപ്പോഴാണ് മനസ്സിലായത്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഓടിച്ചവർ നമ്മുടെ ദുരന്തോ എക്സ്പ്രസ് പോണ പോലെ പോയി ചൊല്ലി. ശിവശക്തിയായുക്തോ യതി ഭവതി എന്ന് വെച്ചാൽ ആർക്കോ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു, അക്ഷരങ്ങൾ പറഞ്ഞു തീർത്തു. അങ്ങനെയല്ല, ഇത് ആദ്യത്തെ 6 അക്ഷരം കഴിയുമ്പോൾ ഒരു ചെറിയ വിരാമം, അവിടെ ഒരു കോമ ഇടുക. ശിവശക്തിയായുക്തോ, അവിടെ ഒരു കോമ. യതി ഭവതി ശക്ത പ്രഭവിതം, പിന്നെ രണ്ടാമത്തെ വരിയിലും നചേദേവം ദേവോ, അവിടെയും കോമ. ന ഖലു കുശല സ്പന്ദിതുമപി, 3-ാമത്തെ ലൈനിലും അധസ്ത്വമാരാധ്യാം, അവിടെ ഒരു ചെറിയ കോമ ഇടുക. പിന്നെ ബാക്കി ഹരിഹര വിരിഞ്ചാതി വിരപി പ്രണന്തും സ്തോതും വാ, വാ കഴിഞ്ഞൊരു കോമ ഇടുക. ഇങ്ങനെ വേണം ഇത് ചൊല്ലാൻ. അപ്പം ഇന്നത്തെ നമുക്ക് ക്ലാസ് നോക്കാം. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ശ്ലോകം ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതിവിരപി പ്രണന്തും സ്തോതും വാ കഥമഹൃത പുണ്യപ്രഭവതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ അർത്ഥം, അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുരസുന്ദരി, സർവമംഗളോപേതനായ പരമശിവൻ ശക്തിരൂപിണിയായ നിന്തിരുവടിയോട് കൂടിയവനായി ഭവിക്കുന്നില്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് സമർത്ഥനായി, അതായത് ദേവിയോടുകൂടി ഇരിക്കുന്നെങ്കിൽ, അതാണ് സർവമംഗളോപേതനായ പരമശിവൻ ശക്തിരൂപിണിയായ നിന്തിരുവടിയോട് കൂടിയവനായി ഭവിക്കുന്നു എങ്കിൽ, ഭവിക്കുക എന്ന് പറഞ്ഞാൽ ദേവിയോട് കൂടിയിരുന്നെങ്കിൽ എന്നർത്ഥം. ഭവിക്കുന്നു എങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് സമർത്ഥനായിത്തീരുന്നു. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ ശക്തിയായ ദേവി കൂടെ ഉണ്ടായിരിക്കണം. മഹാവിഷ്ണു പരിപാലനം ചെയ്യുമ്പം ലക്ഷ്മി ദേവി കൂടെ ഉണ്ടാവും. ആ ശക്തി പരമശിവൻ ഗൗരി അല്ലെങ്കിൽ പാർവതി ദേവി കൂടെ ഉണ്ടാവും. അതാണ് ആ പരമശിവൻ അങ്ങനെ ഇല്ലെങ്കിൽ ഒന്നിളകുന്നതിന് പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല. അതാണ് അവിടെ കുശലഹ, കുശലൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ, സ്പന്ദിതുമപി എന്ന് പറഞ്ഞാൽ സ്പന്ദിക്കാൻ പോലും സാധിക്കാത്തവനായി. അപ്പം സമർത്ഥനായി ഭവിക്കുന്നില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇതു ഹേതുവായിട്ട് ബ്രഹ്മ വിഷ്ണു രുദ്രാദികളാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യയായ നിന്തിരുവടിയെ
ത്രികരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെ സമർത്ഥനായി ഭവിക്കുന്നു എന്നാണ് ആദ്യത്തെ കഥം അകൃതപുണ്യപ്രഭവതി എന്ന്. പ്രണന്തും സ്തോതും വാ, പ്രണമിക്കാനും സ്തോത്രം ചെയ്യാനും എങ്ങനെ സാധിക്കും, എങ്ങനെ ഭവിക്കുന്നു, അവന് സമർത്ഥനായി ഭവിക്കുന്നില്ല എന്ന് അർത്ഥം. ആദ്യത്തെ ശ്ലോകം. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം എടുക്കാം. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകമാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ആദ്യം ചൊല്ലാം. തനീയാംസം പാംസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരിഃ കഥമപി സഹസ്രേണ ശിരസാം ഹരസംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധീം. ഇവിടെയും അതേപോലെ തന്നെ തനീയാംസം പാംസും കോമ തവ ചരണഭംഗേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ കോമ കഴിഞ്ഞിട്ട് വിരചയതി ലോകാനവികലം. ആ ചെറിയ കോമ അവിടെ ഇട്ട് വയ്ക്കുമ്പോൾ അവിടെ നിർത്തണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനു വേണ്ടിയാണ് ആ ചെറിയതായിട്ട് അവിടെ ഒരു കോമ ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഓടിച്ച് നിങ്ങൾ പോകും. അത് ശരിയല്ല, അങ്ങനെയല്ല ഇത് ചൊല്ലണ്ടേ. ശിഖരണി വൃത്തത്തിൽ ഇങ്ങനെയാണ്. 6 അക്ഷരം കഴിയുമ്പോൾ അവിടെ ചില വരിയിലേ ഉള്ളൂ, എല്ലാ വരിയിലും ഇല്ല, എല്ലാ ശ്ലോകത്തിലും ഇല്ല, ചില വരികളിൽ മാത്രം. അങ്ങനെ അല്ലാത്ത വരികളും ഉണ്ട്, അതപ്പം പറയാം. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിലും പാംസും കഴിഞ്ഞൊരു കോമ, സഞ്ചിന്വൻ കഴിഞ്ഞൊരു കോമ, വഹത്യേനം ശൗരിഹി കഴിഞ്ഞൊരു കോമ, കഥമപി സഹസ്രേണ ശിരസാം ഹരസംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധി. ഇനി നമ്മൾക്കിവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ അതഹ ത്വാം ആരാധ്യാം, ഒത്തിരി പേര് തെറ്റിച്ച ഒരു വരിയാണ്. അതഹ ത്വാം ആരാധ്യാം എന്ന് പിരിച്ചിട്ട് പറഞ്ഞു പഠിക്കുക. അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിഃ അപി, ഹരിഹര വിരിഞ്ചാദിഭിരപി. ഇനി കഥം അകൃതപുണ്യഃ, കഥം അകൃതപുണ്യഃ ഇവിടെ പിരിക്കണമായിരുന്നു. അതസ്ത്വാം ആരാധ്യമൊക്കെ ചൊല്ലിയപ്പം തെറ്റുകൾ വന്നു, അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എടുത്തു പറഞ്ഞത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഇന്ന് പഠിക്കേണ്ട ശ്ലോകത്തിൽ വിരിഞ്ചി സഞ്ചിന്വൻ ഒരു വാക്ക്, വിരിഞ്ചിഹി സഞ്ചിന്വൻ എന്ന 2 വാക്കിനെ ഒന്നിച്ച്, അപ്പോൾ ആ സായ അവിടെ ഇരട്ടിച്ച് 2 സായാവും. ലോകാൻ അവികലം, ലോകാൻ അവികലം 2 വാക്കുകൾ ഒന്നിച്ച് പറയുമ്പോൾ ലോകാനവികലം എന്ന്. വഹതി ഏനം, വഹത്യേനം. ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ ചൊല്ലുമ്പോൾ തെറ്റിക്കും, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. കഥം അപി കഥമപി ഹരഹ സംക്ഷുദ്ധ്യൈ, സംക്ഷുദ്ധ്യ എന്നെടുത്തിട്ട് ഏനം, അതാണ് സംക്ഷുദ്ധ്യൈനം എന്ന് വന്നത്. ഹരഹ എന്ന വിസർഗം ആ ഹായ എടുത്ത് കളഞ്ഞുകൊണ്ട് അവിടെ 2 സായ ഇരട്ടിച്ചു. ഹരസംക്ഷുദ്ധ്യൈനം എന്നൊരു വാക്കാക്കി. ഹരസംക്ഷുദ്ധ്യ ഏനം എന്ന് പിരിക്കണം അതിനെ. എന്നിട്ട് ഭസിതോദ്ധൂളനവിധി, ഭസിതോദ്ധൂളനവിധി അതൊരു വാക്ക് തന്നെയാണ്. ഇനി അതൊന്നുകൂടെ ചൊല്ലാം. തനീയാംസം പാംസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരിഃ കഥമപി സഹസ്രേണ ശിരസാം ഹരസംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധീം. ഇനി നിങ്ങൾക്ക് തെറ്റില്ല പിരിച്ചു പറഞ്ഞുകൊണ്ട്. ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. തനീയാംസം പാംസും, തനീയാംസം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ എന്നർത്ഥം. അതായത് നമ്മളുടെ
കണ്ണുകൾക്കും കാണാൻ പറ്റാത്ത അത്ര പൊടി, തനീയാംശം, അതിസൂക്ഷ്മമായ പാംസു. പാംസു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ധൂളി, പൊടി എന്നൊക്കെ അർത്ഥം. പൊടിയെയാണ് പാംസു എന്ന് പറയുന്നത്. അപ്പം അതിസൂക്ഷ്മമായ പാംസു, പൊടിയെ അല്ലെ പൊടിക്കൂട്ടത്തെ, തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, ചരണം കാല്, ചരണ പങ്കേരുഹഭവം, പങ്കം എന്ന് പറഞ്ഞാൽ ചെളി, ഊഹം എന്ന് പറഞ്ഞാൽ, രുഹം എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്നത്. അപ്പോൾ പങ്കത്തിൽ രുഹമായത് എന്ന് പറഞ്ഞാൽ പങ്കത്തിൽ മുളച്ചത് എന്ന് പറഞ്ഞാലോ ചെളിയിലുണ്ടാകുന്നത് താമര, ഭവിക്കുന്നത്. അപ്പം ചരണ പങ്കേരുഹഭവം, അങ്ങയുടെ അല്ലെങ്കിൽ ഭവതിയുടെ അല്ലെങ്കിൽ നിന്തിരുവടിയുടെ ചരണമാകുന്ന പങ്കജത്തിൽ നിന്നുണ്ടായ, ഭവം എന്ന് പറഞ്ഞാൽ ഭവിക്കുന്ന. അപ്പോൾ ദേവിയുടെ കാലുകളിൽ നിന്നുണ്ടായതാണ് വിരിഞ്ചിഹി എന്ന് ഒന്നിച്ച്. അപ്പം ചരണപങ്കേരുഹത്തിൽ നിന്ന് ഭവിച്ചതാണ് വിരിഞ്ചൻ. വിരിഞ്ചി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിരിഞ്ചിഹി എന്ന് പറഞ്ഞാലോ ആ ബ്രഹ്മാവിനെയാണ് അവിടെ വിരിഞ്ചൻ എന്ന് പറയുന്നത്. സഞ്ചിന്നുവൻ വിരചെയ്തി, സഞ്ചിന്നുവൻ വിരചെയ്തി, വിരിഞ്ചിഹി സഞ്ചിന്നുവൻ എന്നെടുക്കണം. അപ്പം വിരിഞ്ചൻ ബ്രഹ്മാവ്, സഞ്ചിന്നുവൻ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചിട്ട്, വിരചയതി സൃഷ്ടിക്കുന്നു, രചിക്കുന്നു. രചിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥം. വിരചയതി ലോകാൻ അവികലം, ലോകങ്ങളെ. എന്താ ഈ ലോകങ്ങളെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെയാണ് ലോകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാവര ജംഗമാത്മകമായ പ്രപഞ്ചം, ആ ലോകങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ട്? ദേവിയുടെ പാദധൂളിയിൽ അല്ലെങ്കിൽ ആ പൊടികളെല്ലാം ചേർത്ത് ദേവിയുടെ പാദത്തിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ ആ പാദങ്ങളാകുന്ന താമരയിൽ ഉണ്ടായ ബ്രഹ്മാവ് ഈ പൊടികളെ കൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത് എന്നർത്ഥം അല്ലേ. അവികലം വഹന്തി എന്ന് പറഞ്ഞാലോ ലോകാൻ അവികലം വഹന്തി എന്നോ വഹതി എന്ന് എടുക്കാം. അവികലം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേരാതെ, അവികലം ഒന്നിനോടൊന്ന് ചേരാതെ വിസ്താരമായിട്ട്, വിശാലമായിട്ട്, അതാണ് അവികലം. വഹതി ഏനം, വഹതി എന്ന് പറഞ്ഞാൽ വഹിക്കുന്നു. അപ്പം ഒന്നിനോടൊന്ന് ചേരാതെ വിസ്താരമായി, ഇവിടെ വഹതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രക്ഷിക്കുന്നു എന്നെടുക്കാം. എല്ലാത്തിനെയും രക്ഷിക്കുന്നു. ആരാണ് രക്ഷിക്കുന്നതെന്ന് താഴെ പറയുന്നുണ്ട്. വഹതി ഏനം ശൗരിഹി, ശൗരി എന്നുള്ളതിന് ഇവിടെ മഹാവിഷ്ണു എന്നും 3 അർത്ഥങ്ങളുണ്ട്. മഹാവിഷ്ണു എന്നും എടുക്കാം. പിന്നെ അതായത് ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ. അപ്പോൾ വിഷ്ണുവെന്നും ആദിശേഷനെന്നും ബലഭദ്രനെന്നുമൊക്കെ അർത്ഥമുണ്ട് ഈ ശൗരിക്ക്. ശൗരി ഇവിടെ മഹാവിഷ്ണു ആണല്ലോ രക്ഷിക്കുന്നത്. അപ്പം വഹതി ഏനം ശൗരിഹി, ഈ പ്രപഞ്ച രൂപാത്മകമായ 14 ലോകങ്ങളെ, അതാണ് ഏനം, ഇവകളെ എന്നർത്ഥം. ഈ 14 ലോകങ്ങളെയും ശൗരിഹി കഥമപി, ശൗരി ഇവിടെ വിഷ്ണു കഥമപി സഹസ്രേണ ശിരസാം. കഥമപി എന്ന് പറഞ്ഞാൽ അവിടെ ശ്രമപ്പെട്ട്, കഷ്ടപ്പെട്ട്, പ്രയാസപ്പെട്ടെന്നൊക്കെ അർത്ഥം. സഹസ്രേണ ശിരസ, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, ശിരസ് ആയിരക്കണക്കിന് ശിരസാം, ശിരസ്സുകളെ കൊണ്ട് അല്ലെങ്കിൽ ശിരസ്സുകളെ കൊണ്ടും
ആയിരക്കണക്കിന് ശിരസുകളെ കൊണ്ടും ഹരഹ സംക്ഷുദ്ധ്യ. ഹരഹ, ഹരൻ ആരാണ്? മഹാദേവനല്ലേ, രുദ്രൻ അല്ലേ? രുദ്രനോ മഹാദേവനും പറയാം. സംക്ഷുദ്ധ്യ, ക്ഷുദ്ധ്യ എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുക. അപ്പം നന്നായി മർദ്ദിച്ചിട്ട് എന്നർത്ഥം. ക്ഷുദ്ധ്യ, നന്നായി മർദ്ദിച്ചിട്ട് ഏനം, ഈ പ്രപഞ്ചാത്മകമായ പാദധൂളിയെ, അവിടെ പാദധൂളിയാണ് ആദ്യത്തെ അടുത്ത് 14 ലോകങ്ങളുമായിരുന്നു ഏനം എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ഈ ധൂളിയെ ഭജതി, ഭജിക്കുന്നു, ദേവിയെ ഭജിക്കുന്നു എന്നർത്ഥം. ദേവിയുടെ കാൽപാദങ്ങളെ, ചരണപങ്കേരുഹഭവം, കാലാകുന്ന താമരയാകുന്ന, താമര പോലെയുള്ള കാലുകളെ ഇവിടെ ധൂളി, ആ പൊടിയെ ഭജിക്കുന്നു, പാദധൂളിയെ ഭജതി, ഭജിക്കുന്നു എന്നർത്ഥം. എങ്ങനെയെന്ന് പറയുന്നു? ഭസിതോദ്ധൂളനവിധി, ഭസ്മധാരണാനുഷ്ഠാനത്തെ. ഭസിതം ധാരണം, ഭസ്മധാരണം. ധൂളനവിധി എന്ന് പറഞ്ഞാൽ ഒരു അനുഷ്ഠാനമാണ് ഭസ്മധാരണം എന്ന് പറയുന്നത്. കുളി കഴിഞ്ഞ് വന്നാൽ ഭസ്മം തൊടണം, അതൊരു വിധിയാണ്. അപ്പോൾ ആ വിധി അനുസരിച്ച് ഭസിതോദ്ധൂളന വിധി, ഭസ്മധാരണാനുഷ്ഠാനത്തെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ടോട്ടൽ അർത്ഥം എന്താണ്? അല്ലയോ തനീയാംസം പാംസും, അതിസൂക്ഷ്മമായ പൊടിക്കൂട്ടത്തെ തവ ചരണപങ്കേരുഹഭവം, നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ നിന്നുണ്ടായ വിരിഞ്ചിഹി സഞ്ചിന്വൻ, ആ ബ്രഹ്മാവ് സഞ്ചിന്വൻ വിരചേതി, സമ്പാദിച്ചിട്ട് സൃഷ്ടിക്കുന്നു. ലോകാൻ അവികലം വഹതി, സ്ഥാവര ജംഗമാത്മകമായ പ്രപഞ്ചത്തെ ഒന്നിനോടൊന്ന് ചേരാതെ വിസ്താരമായി രക്ഷിക്കുന്നു. ആര്? ഏനം, ഈ പ്രപഞ്ചരൂപമായ 14 ലോകങ്ങളെയും ശൗരിഹി കഥമഭി, വിഷ്ണു ശ്രമപ്പെട്ട് രക്ഷിക്കുന്നു. സഹസ്രേണ ശിരസാം ഹരസംക്ഷുദ്ധ്യൈനം, അതായത് 1000 ശിരസുകളെ കൊണ്ടും ഹരഹ, ഹരൻ രുദ്രൻ, സംക്ഷുദ്ധ്യ നല്ലവണ്ണം മർദ്ദിച്ചിട്ട് ഏനം, ഈ പ്രപഞ്ചാത്മകമായ ധൂളിയെ ഭജതി ഭജിക്കുന്നു. എങ്ങനെ? ഭസ്മധാരണാനുഷ്ഠാനത്തെ ആണ് ഭജിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ അർത്ഥം? അല്ലയോ ലോകമാതാവായ ദേവി, ബ്രഹ്മാവ് നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ നിന്നുണ്ടായ അതിസൂക്ഷ്മമായ ധൂളിയെ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് 14 ലോകങ്ങളെയും ഒന്നോടൊന്ന് ചേരാതെ വിശാലമായും പ്രളയം വരെ നശിക്കാത്തതായും സൃഷ്ടിക്കുന്നു. അതാണ് ലോകാൻ അവികലം വഹത്യേനം ഹരത് സംക്ഷുദ്ധ്യ ഏനം. അപ്പം ഭജതി, ഏനം ഭജതി, ഭസ്മധാരണാനുഷ്ഠാനത്തെ പോലെ. അതുപോലെ 14 ലോകങ്ങളെയും ഒന്നൊന്ന് ചേരാതെ വിശാലമായും പ്രളയം വരെയും നശിക്കാത്തതായും സൃഷ്ടിക്കുന്നു എന്നർത്ഥം ബ്രഹ്മാവ്. വിഷ്ണു ഭഗവാൻ ആ പാദധൂളി വികാരമായ, പാദധൂളിയായ ലോകങ്ങളെയും, അതായത് ശിംശുമാരരൂപിയായി, ശിംശുമാരൻ എന്ന് പറഞ്ഞാൽ 5-ാമത്തെ സ്കന്ധത്തിൽ 19 20 അധ്യായം ഓർക്കുന്നില്ല, അതിൽ പറയുന്നുണ്ട് മകരാകൃതി അല്ലെങ്കിൽ മുതലയുടെ ആകൃതിയിൽ ശിംശുമാര വർഷത്തെപ്പറ്റി പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ശിംശുമാരരൂപിയായി ഒരു മുതലയുടെ രൂപമായി ഭൂമി മുതൽ മുകളിലുള്ള 7 ലോകങ്ങളെയും ആദിശേഷ രൂപിയായി അതലാദി താഴെയുള്ള 7 ലോകങ്ങളെ, ഭൂമിക്ക് മുകളിലോട്ട് 7 ലോകം, താഴേക്കും 7 ലോകം, അങ്ങനെ 14 ലോകങ്ങളെയും 1000 ശിരസുകളെ കൊണ്ടും വളരെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ശ്രമപ്പെട്ട് വഹിച്ച് രക്ഷിക്കുന്നു.
സംഹാരരുദ്രനാകട്ടെ, അപ്പം വിഷ്ണുവാണ് രക്ഷിക്കുന്നത്. രുദ്രനാകട്ടെ പ്രളയകാലത്തിൽ ഈ പ്രപഞ്ചത്തെ സംഹരിച്ച് നല്ലവണ്ണം പൊടിയാക്കി ഭസ്മധാരണ വിധിയെ അനുഷ്ഠിക്കുന്നു. പ്രളയകാലത്ത് സംഹാരം നടത്തിയിട്ട് അതിനെ ഭസ്മം പൂശുന്ന പോലെ ആ വിധിയെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ ശൗരി ശബ്ദത്തിന് വിഷ്ണുവെന്നും ബലഭദ്രനെന്നും ആദിശേഷനെന്നും ഒക്കെ അർത്ഥം. ഇവിടെ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരാൽ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നു എന്നർത്ഥം. എങ്ങനെ? ആ മഹാദേവിയുടെ പാദധൂളി മഹിമാവ് കൊണ്ട് എന്നർത്ഥം. ഇവിടെ ഹ്രീം എന്നതാണ് മന്ത്രം. ഒരു യന്ത്രം ഉണ്ടാക്കി 3 കോണുകളുള്ള യന്ത്രമുണ്ടാക്കി സ്വർണ്ണത്തകിടിൽ ഉത്തരാഭിമുഖമായിരുന്നു, അത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് എഴുതി ഈ ശ്ലോകം 1000 പ്രാവശ്യം ജപിച്ച് ധരിക്കുക. നിവേദ്യം പായസമാണ്. സർവ്വലോക വശ്യം, എല്ലാ ലോകങ്ങളെയും വശീകരിക്കാൻ സാധിക്കും. അതായത് പ്രകൃതിയെ ജയിക്കാൻ പറ്റുന്ന തന്ത്രമാണ് ഇത്. അപ്പോൾ ഈ യന്ത്രത്തെ വരച്ച് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളതൊന്നും ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളൊന്നും കൂടി വായിക്കാം. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി തനീയാം സംവാംസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരിഃ കഥമവിസഹസ്രേണ ശിരസാം ഹരസംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധീം. ഇല്ല, അത്രയും മതി. 2 ശ്ലോകങ്ങളും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന